guys, welcome back to my channel, Appu's and Appu's Vlog. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ ഞുണഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ? ഒന്നുമില്ല, ഇവിടെ പിള്ളേർ ഇരുന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്കിനെ ഏത്തയ്ക്ക ഉപ്പേരി കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങിച്ച് വായിലിട്ടിട്ടൊന്ന് ചവച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഭയങ്കര കോമഡിയായിരുന്നു. നമ്മൾ ഇൻട്രഡക്ഷനൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വലിയ കാര്യമായിട്ട് ഇരുന്നുകൊണ്ട് ഒരു 3 മിനിറ്റ്സോളം ഞാനിവിടെ ഇരുന്നുകൊണ്ട് അൺബോക്സ് ഒക്കെ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അപ്പൂസ് വന്നിട്ട് ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ക്യാമറയിൽ ഡാഡി എന്താ ചെയ്യുന്നത്, ഡാഡി എന്തപ്പടം വരെ ആയെന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കിന് റെക്കോർഡ് അല്ലായിരുന്നു. മനസ്സിലായോ? റെക്കോർഡ് ചെയ്യുന്നില്ലായിരുന്നു. അവൻ കാണുന്നുമുണ്ട് റെക്കോർഡ് ആകുന്നില്ല എന്നുള്ള കാര്യം. ഞാനിവിടെ ഇരുന്നുകൊണ്ട് റെക്കോർഡ് ആവുക എന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഇരുന്നുകൊണ്ട് തച്ചിരുന്ന് പറയുമായിരുന്നു. ആ ഫ്ലോ അങ്ങ് പോയി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ മെസ്സേജ് വന്ന് സ്ക്രീന് ഓഫാകാൻ പോയപ്പോഴത്തേക്കിനാണ് ഞാൻ നോക്കിയപ്പോൾ റെക്കോർഡാകുന്നില്ല. അപ്പം ഞാൻ എന്നോട് ചോദിച്ചേ എന്ത് ചതിയാണ് ഇത്രയും നേരം ഇരുന്ന് ഞാൻ വായിലെ വെള്ളം പറ്റി വർത്താനം പറഞ്ഞു. അപ്പം നമ്മൾ കാര്യത്തിലോട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓസ്മോ ഡി ജെ കമ്പനിയുടെ ഓസ്മോ 3 കോംബോ എന്ന് പറഞ്ഞിട്ടൊരു ജിമ്പിൽ വാങ്ങിച്ചു. അപ്പം അതാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പം ദിസ് വൺ ഈസ് നോട്ട് ഫ്രഷ്, ഇറ്റ് ഈസ് യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് സാധനമാണ്. നമ്മൾ ഫ്രഷ് പീസ് അല്ല വാങ്ങിച്ചിരുന്നത്, യൂസ്ഡ് സാധനമാണ്. അപ്പം ഞാനിത് വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് യൂട്യൂബിൻ്റെ പുതിയ വീഡിയോകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ സാധനങ്ങൾ വേണമല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ സെർച്ച് ചെയ്തപ്പം ഓസ്മോ ഡി ജെയുടെ ഓസ്മോ ജിമ്പൽ ഉണ്ട്. നമുക്കിപ്പോൾ അത്യാവശ്യമാണല്ലോ സാധനം. അപ്പോൾ എപ്പോഴിങ്ങനെ മൊബൈലും പിടിച്ചുകൊണ്ടിങ്ങനെ നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കാമെന്ന് ബുദ്ധിമുട്ടാണ്. അപ്പം ജിമ്പലുണ്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റെബിലൈസർ പോലത്തെ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്ക് അത്രയും പെർഫെക്ഷൻ കിട്ടുകയും ചെയ്യും. അപ്പം ചെറിയ ഷേക്കിംഗ് ഒക്കെ വന്നാലും അത് നമ്മൾക്ക് ഓക്കെയാണ്. നമ്മുടെ വീഡിയോ ഓക്കെ ആയിട്ട് നമുക്ക് കിട്ടും, അങ്ങനെ ഷേക്കിംഗ് ഒന്നും ഇല്ലാതെ. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു യൂസ്. പിന്നെ അതേപോലെ നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ക്യാമറ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും, വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെ നല്ല ഗുണമാണ് ഇതുകൊണ്ട്. പിന്നെ ഇത് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിത് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ട്രിഗർ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഓൾറെഡി അൺബോക്സ് അവർ ചെയ്തതാണ്. നമ്മളെന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ച പുതിയൊരു സാധനം എന്ന രീതിയിൽ അപ്പോൾ അൺബോക്സ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക. അപ്പം ഇതാണ് കേസ്. ഇതിൻ്റെ അകത്താണ് നമ്മുടെ ജിമ്പിലിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കവറിൻ്റെ അകത്ത് വേറെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പൗച്ച് ഉണ്ട് കേട്ടോ. പൗച്ച് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഓസ്മോയുടെ മറ്റേ ഹാൻഡിൽ കണക്ട് ചെയ്യുന്ന മൗണ്ട് ഉണ്ടല്ലോ, സ്റ്റാൻഡ് ഇങ്ങനെ നമുക്ക് ടേബിളിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു കവറ്, നല്ല ക്വാളിറ്റി ഉള്ളൊരു കവറ്, ഇത് പൗച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് അവൻ വാങ്ങിച്ചതിൻ്റെ ഒരു ബില്ലുണ്ട്, എക്സൈറ്റിൻ്റെ ഒരു ബില്ല്. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസർ മാനുവലുണ്ട്, നോർമലി ആസ് യൂഷ്വൽ. ഇതിൻ്റെ അകത്ത് എന്താ നോക്കട്ടെ, നമ്മൾ ആദ്യമായിട്ട് ഈ അൺബോക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഒന്നുമില്ല. ഇത് ഇംഗ്ലീഷോ ഫ്രഞ്ചോ അതൊക്കെ ഉണ്ട് ഗൈസ്. എന്താണെന്ന് മനസ്സിലാകുന്നത്, ഇംഗ്ലീഷൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു പേപ്പർ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്മോ 3 ഇത് യൂസർ മാനുവൽ തന്നെയാണ്. ഇത് അത് തന്നെയാണ്, എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതൊന്നും വായിച്ചൊന്നും നോക്കിയില്ല. നമുക്ക് ഈ പണ്ട് തൊട്ടേ വായിക്കുന്ന അത്ര വലിയ താല്പര്യം അല്ലാത്തതുകൊണ്ട് അങ്ങനെ വായിച്ചു നോക്കത്തില്ല. ചില കാര്യങ്ങൾ മാത്രം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വായിക്കത്തുള്ളൂ. പിന്നെ ഇത് എൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അവർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ദ ഡി ജെ മിമോ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇത്. അപ്പോൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പേയിലും നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നേരം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്കിത് തിരിച്ചതേപോലെ ഇട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഔട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കവർ അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. മാറ്റി വെക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. 2 year വാറണ്ടി ഉണ്ട്, ആക്സിഡൻ്റൽ ഹാർഡ്വെയർ ഡാമേജ് കവറേജ്, ഇൻക്ലൂഡ് വാട്ടർ ഡാമേജ്, ഫ്രീ
2-way ഷിപ്പിങ്. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2020 വാങ്ങിച്ചാണ് ഇത് കേട്ടോ. അപ്പം 2 ഇയർ ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ ഒരു കാര്യം ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പുറകെ നമ്മൾ നടക്കാറില്ല ഇവിടെ ആരും. യൂസ് ആൻഡ് ത്രോ എന്നുള്ളൊരു മട്ടിലാണ് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കുറേ കാര്യങ്ങളും QR കോഡും ബാറും അതും ഇതൊക്കെ. ഓക്കെ, ഇനി നമ്മുടെ കവർ നല്ല കേട്ടോ. അപ്പൂസ് പറഞ്ഞ പോലെ തന്നെ മെയിൻ സാധനം ഇതാണ്. പറയാൻ വന്നാൽ വിട്ടുപോയി, അതുകൊണ്ടാണ് ഒന്ന് സ്റ്റക്കായത്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു കവറാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വീണ് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. നല്ല ഇതിൻ്റെ അകത്ത് നമ്മുടെ ജിംബൽ. അപ്പം ഇതിങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നോക്കുക കഴിയുമ്പോൾ ഇതിങ്ങനെ. പിന്നെ ഇവിടെ കുറേ ബട്ടണും കാര്യങ്ങളൊക്കെ ട്രിഗറുകളുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരികെ മറിക്കുകയോ ചെയ്താണ് ഓൺ ബട്ടൺ M എന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ റെക്കോർഡ് ബട്ടണ്. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ജിംബൽ നമ്മുടെ ക്യാമറ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുകയും തിരിക്കാനും മറിക്കാനും ഒക്കെ ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ വൈഡ് ആംഗിളിൻ്റെ ഒക്കെ സൂം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാനായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്നാ പറയുന്നത്, ഈ മെമോ ആപ്പിൽ കയറി അതിൽ നമ്മൾ ഇത് ആദ്യം ഫോണൊക്കെ വെച്ചുകൊണ്ട് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ട് കാലിബ്രേറ്റ് ചെയ്ത് സെറ്റാക്കാന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനൊക്കെ അത് ഞാൻ നോക്കിയില്ല. ജസ്റ്റ് ഞാനിപ്പം എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് പതുക്കെ കഴിഞ്ഞ് അത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് ഓരോന്ന് പഠിക്കണം. അപ്പം ഇതായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ ഒരു പുതിയ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചു എന്നുള്ളൊരു നിരക്കുള്ളത്. അടുത്തായിട്ടുള്ളത് നിങ്ങളെല്ലാവരും പുതിയ പടങ്ങളൊക്കെ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ജയ് ഹേ എന്നുള്ള പടം കണ്ടല്ലോ. അപ്പം അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കുറേ പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ പക്ഷേ റിവ്യൂ ഒന്നും കണ്ടില്ല. പക്ഷേ എൻ്റെ ഇതിൽ നല്ല പടമായിരുന്നു, നല്ല സൂപ്പർ പടമായിരുന്നു. കുറേ ചിരിക്കാൻ നമ്മൾ ചിരിച്ച് വന്നു. അപ്പോൾ അതുപോലത്തെ പടമാണ്. അതുപോലെ നമ്മളെ കുറേ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. എന്താണെങ്കിലും എനിവേ ബേസിലും ടീംസും നല്ല അടിപൊളിയായിട്ട് പടം അഭിനയിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. എനിവേ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും എല്ലാവരും ഫാമിലിയായിട്ട് പോയി കാണുക. ആർക്കും എന്താ പറയുക, ടിക്കറ്റിൻ്റെ കാശൊന്നും നഷ്ടമൊന്നും ആകത്തില്ല. നമുക്ക് നല്ലതായിട്ട് ഇരുന്ന് ചിരിക്കാൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം, നല്ല ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന പടം. അപ്പോൾ നിങ്ങളെല്ലാവരും അത് പോയി കാണുക. അപ്പം അത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ നമുക്കും പറയാനുള്ളൂ, വേറൊന്നുമില്ല. അപ്പം ഇനി അതൊരു അടുത്ത പുതിയ വീഡിയോ വരുന്നതിനേക്കും എല്ലാവർക്കും അപ്പം ബൈ.